അപ്പൊ തനിക്ക് കിട്ടിയ ആ നിഅമത്ത് കൊണ്ടിട്ട് എന്തെടുക്കുക, ഉമർ മൗലവിക്കിട്ട് കുത്തുക എന്ന നിലപാടാണ് മൂപ്പര് സ്വീകരിച്ചത്. ഇതിനൊരു കാരണം. എന്താ കാരണം അറിയാം? ഈ പറയുന്ന ആൾ, ഈ ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന ഒരാൾ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ ഡയറക്ടറാണ്. അതുകൊണ്ട് നമ്മൾ കൊച്ചാക്കല്ല, വലിയ ഡയറക്ടറാണ്. ആ വലിയ ഡയറക്ടറായ വ്യക്തി ഒരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാ പറഞ്ഞത്. എന്താ ഹദീസ് എന്ന് കേൾക്കണ്ടേ? ജനങ്ങളെ, പിശാചിന്ന് നിരാശനാണോ? നിങ്ങളുടെ ഈ രാജ്യം അവന്റെ കൽപ്പന നിരാകരിച്ചിരിക്കുന്നുവെന്ന് ബോധ്യമായിട്ടുണ്ട്. അതിനാൽ അവൻ പ്രതികാരം ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഹദീസാണ്. ആരുടെ ഹദീസ്? ഡയറക്ടർ സാഹിബിന്റെ ഹദീസ്. ഉമർ മൗലവി ഹദീസ് കണ്ടു. ഉമർ മൗലവി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഉമർ മൗലവി സാഹിബ് അദ്ദേഹം കൂടുതൽ പഠിച്ച ആളാണ്, വിവരമുള്ള ആളാണ്. അതുകൊണ്ട് ഇത് കണ്ട മാത്രയിൽ ഉമർ മൗലവിക്ക് കാര്യം പിടിയിട്ടത് ഹദീസ് തന്നെയാണ്. പക്ഷെ ഈ ഹദീസ് ആരാ ഉദ്ധരിച്ചത്? ആരാണ് ഈ ഹദീസ് പറഞ്ഞത്? ആ ഹദീസിന്റെ വാചകം ലഫ്സ് പറഞ്ഞു തരുമോ? ഉമർ മൗലവി വെല്ലുവിളിച്ചു. അത് ഏതെങ്കിലും അടുക്കള സ്ക്രീൻ കെട്ടിയിട്ടായിരുന്നില്ല. നേരെ മറിച്ച് ഉമർ മൗലവി സാഹിബ് പേരെടുത്തു, പേപ്പർ എടുത്തു, എഴുതി ഒരു കത്ത്. ആ കത്തെഴുതിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വാചകം നിങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. ആ വാചകം, ആ ലഫ്സ്, അതിന്റെ അറബി പദം വേണം. റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞ ആ വാചകം നിങ്ങൾ കാണിച്ചു തരണം. ഉമർ മൗലവി സാഹിബ് ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന വ്യക്തിക്ക് അന്നൊരു കത്തയച്ചു കൊടുത്തു വീട്ടിലേക്ക്. ഉമർ മൗലവി സാഹിബിന്റെ കത്ത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ആള് കൈപ്പറ്റി. അത് വായിച്ചു നോക്കി. ഉത്തരമുണ്ടോ പറയാൻ, വിശദീകരണമുണ്ടോ നൽകാൻ? മിണ്ടാട്ടമില്ലാതെ പോയി. അവസാനം ഇതിന് അറിഞ്ഞ ആൾക്കാരുടെ, ഇത് അറിഞ്ഞ ആൾക്കാർ, അവര് ചോദിച്ചു, അല്ല ഉമർ മൗലവി നിങ്ങൾക്ക് കത്തൊക്കെ വിട്ടു, നിങ്ങൾ പറഞ്ഞ, അതും കേരളത്തിലെ ആളുകൾ വായിക്കുന്ന ഒരു പത്രത്തിലാണല്ലോ നിങ്ങൾ എഴുതിയത്. ആ പത്രത്തിൽ എഴുതിയ വാചകം, ആ ഹദീസ് എഴുതി കൊടുക്കാൻ ഉമർ മൗലവി പറഞ്ഞിട്ട് എന്താ നിങ്ങൾ എഴുതി കൊടുക്കാത്തത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ര ചെറിയ ആളൊന്നുമല്ല, ലിസാനുൽ അറബ് അറിയാത്ത, അത് കണ്ടാൽ മനസ്സിലാകാത്ത അത്ര ചെറിയ ആളൊന്നുമല്ല. എന്നാൽ ലിസാനുൽ അറബ് അറിയാത്ത, വിവരമില്ലാത്ത, ലിസാനുൽ അറബ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഉമർ മൗലവിക്ക് എന്തിനാ ഞാൻ മറുപടി കൊടുക്കുന്നത്? അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ അതിന് വില കൽപ്പിക്കുന്നില്ല. വില ഉണ്ടെങ്കിലല്ലേ കൽപ്പിക്കാൻ പറ്റൂ. വില ഇല്ലാത്ത ആൾക്കാർ കൽപ്പിക്കാൻ പറ്റും ഇല്ല. അതുകൊണ്ട് ഞാനത് വില കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതെടുത്തു, മാറ്റിയിട്ടു. ഉമർ മൗലവി സാഹിബ് സൽസബിയിലൂടെ അദ്ദേഹം ആവർത്തിച്ച് ഇക്കാര്യം വിശദീകരിക്കട്ടെ. എന്നിട്ട് ഉമർ മൗലവി സാഹിബ് പരസ്യ പ്രസ്താവന നടത്തി. പരസ്യമായി പ്രസ്താവിച്ചു, അല്ല ഇനി എഴുതിയാൾ പോട്ടെ, ആരെങ്കിലും കൊണ്ടുവരും, ആരെങ്കിലും CD വിതരണം ചെയ്ത ആൾക്കാരായാലും മതി, പബ്ലിസിറ്റി കൊടുത്ത ആളാണെങ്കിൽ മതി, അത് ഇട്ട് കാണിച്ച ആളാണെങ്കിൽ മതി, ആരെങ്കിലും ആ ഹദീസ് കൊണ്ടുവരുമോ? അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ള ഹദീസ് ഉണ്ടാക്കി, പ്രവാചകൻ പറയാത്തത് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അവൻ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന പ്രവാചകന്റെ ആ കൽപ്പന നിങ്ങളുടെ മേൽ വന്നു ഭവിക്കും. അത് തിരുത്തണമെന്ന് ഉമർ മൗലവി ആവർത്തിച്ചു. തുറന്ന കത്തുകൾ എഴുതി, ഉണ്ടാട്ടില്ല, വിശദീകരണം ഇല്ല. അവസാനം കള്ള ഹദീസ് ഉണ്ടാക്കിയതൊരു കീർത്തിയിട്ട്. അങ്ങനെ കീർത്തിയിട്ട് ഉമർ മൗലവി സാഹിബ് ആവർത്തിച്ചത് ചോദിച്ചു, മരിക്കണത് വരെയും ഇത് പറഞ്ഞു. പക്ഷെ മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഉമർ മൗലവി മൂലം തനിക്കുണ്ടായ ആ സൽപ്പേരുണ്ടല്ലോ, ആ സൽപ്പേരിന് ഉമർ മൗലവിയോട് എന്തെങ്കിലും നന്ദി കാണിക്കണ്ടേ? ആ നന്ദി കാണിക്കുമ്പോ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് കഴിയില്ലല്ലോ. അതുകൊണ്ട് മരണശേഷം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഉമർ മൗലവി ചെയ്തൊരു നസീഹത്താണ്. ഒരു നസീഹത്ത് ഉമർ മൗലവി ചെയ്തു. അതിന് ഉമർ മൗലവിയുടെ പ്രതികാരം ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എങ്കിൽ ആ ഹദീസിന്റെ വാചകം കൊണ്ടുവരൂ. ആ ശബ്ദം നിലച്ചിട്ടില്ല, ആരും മറന്നിട്ടില്ല, മറക്കുകയുമില്ല, മറക്കാൻ സമ്മതിക്കില്ല. ആ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്ത് മറക്കരുത്.
ആരും മറക്കരുത്, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെയുണ്ടല്ലോ ജമാഅത്തെ ഇസ്ലാമിക്ക് ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ഇങ്ങനെ മാന്തി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വിഷയത്തിലുള്ള ഈ നയണ്ടല്ലോ, അഥവാ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വാദിക്കുന്ന ഡയറക്ടർ ഉണ്ടാക്കിയ കള്ള ഹദീസ്, ആ കള്ള ഹദീസിന്റെ വിവരം ആര് മറക്കാൻ പാടില്ല? ജമാഅത്തുകാരും മറക്കാൻ പാടില്ല, മുജാഹിദീങ്ങളും മറക്കാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റാരും തന്നെ മറക്കാൻ പാടില്ല. ഇതൊരു വർഷം. ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം, എന്തിനാ ഒരു കള്ളഹദീസ് ഉണ്ടാക്കിയത്? ഇയാൾ എന്തിനാ കള്ളഹദീസ് ഉണ്ടാക്കിയത്? അതാണ് വിഷയം. വെറുതെ ഒരു ഹദീസ് ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് കൂടെ പിന്നെയും അദ്ദേഹം ഒന്നില്ല, അതൊക്കെ തെറ്റുപറ്റിയാകാം എന്നൊക്കെ വിചാരിക്കാൻ മതി. പക്ഷെ ഇദ്ദേഹം ഇത് ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഒരു ചരിത്രം ഉണ്ട്. അതെന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രഭാഷണം, അതിന് അർത്ഥം നൽകുക, അതിന്റെ അർത്ഥം വിശദീകരിക്കാൻ. അങ്ങനെ വിശദീകരിച്ച് വരുന്നിടത്തൊരു വാചകം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തീർച്ചയായും പിശാച്, ആ പിശാച് നിരാശനാണ്. ഏത് കാര്യത്തിൽ നിരാശനാണ്? ഫീ ബലദിക്കും ഹാദാ, ഈ മക്കാ പട്ടണത്തിന്റെ കാര്യത്തിൽ. എന്താണ് മക്കാ പട്ടണത്തിന്റെ കാര്യത്തിൽ അവൻ നിരാശനായത്? ഒരിക്കലും അവൻ ഇവിടെ ആരാധിക്കപ്പെടുകയില്ല, അവനെ ആരാധിക്കുകയില്ല എന്ന കാര്യത്തിൽ അവൻ നിരാശനാണെന്ന് നിങ്ങൾ അറിയണം. വലാകിൻ, എന്നാൽ സയകൂൻ ലഹു താ, അവന് അനുസരണമുണ്ടാകും. ഫീ ബഅദി മാ തഹ്തഖിറൂൻ, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചില വിഷയങ്ങളിൽ, പല വിഷയങ്ങളിലും അവന് അനുസരണം ഉണ്ടാകും, പക്ഷേ ആരാധനയുണ്ടാവില്ല. അപ്പോ പിശാചിന് അനുസരണം ഉണ്ടാകും, മക്കയിൽ ആരാധനയുണ്ടാവില്ല. പിശാചിനെ ആരാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല, പക്ഷെ പിശാചിനെ അനുസരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇത് പറഞ്ഞാൽ എളുപ്പം മനസ്സിലായില്ലേ? എന്ത്? പിശാചിനെ ആരാധിക്കും എന്നാ പിശാചിനെ ആരാധിക്കില്ല, എന്നാ പിശാചിനെ അനുസരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഇബാദത്തല്ല, അഥവാ ആരാധന അനുസരണം അല്ല. അല്ലെങ്കിൽ അനുസരണം എന്നല്ല ഇബാദത്തിന്റെ അർത്ഥം. ഇബാദത്തിന്റെ ഉദ്ദേശം അനുസരണം എന്നല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവൂലേ? അപ്പൊ എന്തെടുത്തു? വേറെ ഹദീസ് ഉണ്ടാക്കുക. നീ പറയാത്ത നബിയുടെ പേര് പറയാ. അപ്പൊ വളരെ വ്യക്തമായി എന്താണ് ഇബാദത്ത്, എന്താണ് ഇത്താഅത്ത് എന്ന് വേർതിരിക്കുന്ന ഒരു ഹദീസാണത്. പിശാചിനെ